You are watching Reporter Evening Show. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കുരുക്കിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വലിയ വാദപ്രതിവാദങ്ങളുമായി പ്രതിപക്ഷവും സർക്കാരും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. പ്രതിരോധവും വിമർശനവും എവിടേക്കാണ്? വീണ കുരുക്കിലോ? റോഷിപാൽ, ഒപ്പം അതിഥികളായി ഷോൺ ജോർജ്, BN ഹസ്കർ എന്നിവർ ചേരുന്നു. ആദ്യം ഷോൺ ജോർജിലേക്ക്. ഷോൺ, താങ്കൾ അടക്കമുള്ളവരാണ് കേരളത്തിൽ നിന്ന് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പരാതിക്കാരൻ്റെ പ്രതീക്ഷകൾ എന്താ? ഈ പരാതി കേരളത്തിൽ നിന്നും ഈ മന്ത്രാലയത്തിന് പരാതി കൊടുത്ത വ്യക്തി ഞാൻ മാത്രമാണ്. അതങ്ങനെ പറയാൻ കാരണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വലിയ വാദമാണ് CPM ഇവിടെ പ്രതിരോധത്തിനായി ഉന്നയിക്കുന്നത്. ഞാൻ ഏതെങ്കിലും കേരളത്തിലെ 3 പ്രബല മുന്നണികളുടെയും ഭാഗമല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ പെറ്റീഷൻ കൊടുത്തത്, ഈ പരാതി നൽകിയ വ്യക്തി ഞാനാണ്. എൻ്റെ രാഷ്ട്രീയം ഈ 3 മുന്നണിയുടെയും ഭാഗമല്ല. എൻ്റെ പ്രതീക്ഷകൾ എന്നല്ല, എൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും പ്രതിയാണ് എന്ന് കൃത്യമായി എഴുതി വെച്ച ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ യാതൊരുവിധ ചർച്ചയും യാതൊരുവിധ അന്വേഷണവും നാളെ ഇതുവരെയും നടക്കാത്തതിൻ്റെ പ്രതിഫലനമായാണ് ഞാൻ ഈ പെറ്റീഷനുമായി 9ാം മാസത്തിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെയും SFIO ഡയറക്ടർക്ക് ഞാൻ പരാതി നൽകിയത്. അതിനുശേഷം എനിക്ക് 10ാം മാസത്തിൽ അവർ റിപ്ലൈ തന്നു. ആ റിപ്ലൈക്ക് അപ്പുറത്തേക്ക് പിന്നെയും അന്വേഷണം പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 13ാം തീയതി ഡിസംബർ മാസം 13ാം തീയതി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. അതിനുശേഷം 21ാം തീയതി ഈ KSIDCക്കും അതുപോലെ CMRLനും ബഹുമാനപ്പെട്ട ROC രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും ഷോക്കസ് നോട്ടീസ് കൊടുത്തു. ആ ഷോക്കസ് നോട്ടീസിൻ്റെ കോപ്പി അവരെനിക്ക് അയച്ചിരുന്നു. അതിനുശേഷം അവരുടെ റിപ്ലൈ വന്നു. ആ റിപ്ലൈയുടെ കോപ്പിയും ROCയിൽ നിന്നും അവർ കോപ്പി എന്ന നിലയിൽ എനിക്ക് അയച്ചു. എനിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. 8ാം തീയതി, അതായത് ഈ മാസം 8ാം തീയതി അതിനുള്ള റിപ്ലൈ ഞാൻ രജിസ്ട്രാർക്ക് ഞാൻ ഫയൽ ചെയ്തു. അതിനുശേഷമാണ് ഇവരുടെ മറുപടി, അവർക്ക് കൊടുത്തിട്ടുള്ള ഷോക്കസ് നോട്ടീസിന് അവർ കൊടുത്തിട്ടുള്ള മറുപടി തൃപ്തികരമല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഓർഡർ പ്രകാരം. ആ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വേറെ ഓൺ ദ ബേസിസ് ഓഫ് ദ കംപ്ലൈൻറ്റ് എക്സാലോജിക് കമ്പനിയുടെ സൊല്യൂഷൻസിന് വേരിയസ് വയലേഷൻസ് എന്ന് കൃത്യമായി ഈ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. എനിക്ക് ഈ കേസിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ഷോൺ ജോർജ്, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ കോടതി ഉത്തരവാണ്, അതിന്റെ ഉത്തരവാണ്. ഉത്തരവ് അതിൽ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കോടതി അതിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ്. ആ വിധിയിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിന്മേലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുന്നത്. ഷോൺ ഇപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ 3 പാർട്ടികളുടെയും ഭാഗമല്ല, മുന്നണികളുടെ ഭാഗമല്ല എന്ന്. പക്ഷെ താങ്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതിലിപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഭരണപക്ഷം സംശയിക്കുന്നുണ്ട്. ഇത് പിന്നീട് ഒത്തുതീർപ്പിലേക്ക് പോകുമെന്ന പ്രതിപക്ഷവും സംശയിക്കുന്നുണ്ട്. ഷോൺ, ഇക്കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നെങ്ങനെ വിശ്വസിക്കാനാവും? എനിക്ക് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുണ്ട്. കാരണം എൻ്റെ പിതാവ് ശ്രീ PC ജോർജിനെ ഞാൻ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ വീട്ടിൽ നിന്നും രാവിലെ 4 മണിക്ക് അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ഈ വീട് വളഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയായിരുന്നു. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഒരു സ്ത്രീപീഡന കേസിൽ, തിരുവനന്തപുരത്ത് മൊഴി കൊടുക്കാൻ പോയ ഒരു സ്ത്രീപീഡന കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയായിരുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊന്നുമായി ബന്ധമില്ലാത്ത എന്നെ ദിലീപുമായി ബന്ധപ്പെട്ടൊരു കേസിൽ, 2 കേസിൽ, ഒന്നല്ല 2 കേസിൽ എനിക്കെതിരെ അന്വേഷണം നടത്തി എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് എന്നെ എറണാകുളത്ത് ഹാജരാക്കി. എനിക്കെതിരെ കേസ് ചാർജ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തത് ചെറുതൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് കയറി പിടിച്ചത്. പക്ഷേ ഇതിനുള്ള പ്രത്യേകത, ഞാൻ കയറി പിടിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, എനിക്കുള്ള വ്യക്തിപരമായ റിവെഞ്ചിനപ്പുറത്തേക്ക് ഈ നാടിനെ കവർന്നു തിന്നുന്നൊരു വിപത്താണ് ശ്രീ പിണറായി വിജയൻ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസുമായി മുമ്പോട്ട് പോകുന്നത്. ആ ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഓർഡറെ സംബന്ധിച്ചൊന്ന് പറയാമല്ലോ. നിങ്ങൾ പറഞ്ഞു ആ ഓർഡറിനകത്ത് ഒന്നുമില്ല, അത് PCITയുടെ കണ്ടെത്തലിലാണുള്ളത്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. The department has demonstrated the clinching evidence that the fact that applicant has made payments through banking channels to a person connected with a prominent person thereby claim.
അതായത് വീണ വിജയനുമായി ബന്ധമുള്ള പ്രൊമിനന്റ് പേഴ്സൺ, അയാൾക്ക് വേണ്ടിയാണ് ഈ പേയ്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ട്, ഓർഡറിലുണ്ട്. അത് പിന്നെ ഞാൻ എന്താ കരുതേണ്ടത്? കേരളത്തിന്റെ ഒരു പൊതു ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അബിയൻ ഹസ്കർ, ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്തിമമായ വിധിയെഴുത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഷോൺ പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കേണ്ടതില്ല. രണ്ട്, ഇപ്പോൾ എറണാകുളം ROC അന്വേഷിച്ചപ്പോൾ എക്സാലോജിക്ക് വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് നടത്തി എന്നുള്ള പ്രാഥമിക കണ്ടെത്തൽ എറണാകുളം ROC നടത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കമ്പനി അഫയേഴ്സിന് വിശദമായ അന്വേഷണം നടത്താൻ വിട്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണെങ്കിൽ ഇപ്പോഴത് എറണാകുളം ROCയും അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് കമ്പനി കാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിക്മെൻ്റ് അല്ലേ ശ്രീ ബി എൻ ഹസ്കർ? നികേഷ്, ഇതിൽ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 210 പ്രകാരമുള്ള ഒരു എൻക്വയറി മാത്രമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പല ഘട്ടങ്ങളിൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കുമെതിരെ ഇങ്ങനെ അന്വേഷണം നടത്താറുണ്ട്. കൃത്യമായി സമയബന്ധിതമായി ഫയലിങ്സ് നടത്താതിരിക്കുക, റിട്ടേൺസ് ഫയൽ ചെയ്യാതിരിക്കുക തുടങ്ങി നിരവധി ഒഫൻസുകൾ അക്കാര്യത്തിൽ അവർ അന്വേഷണം നടത്താറുണ്ട്. അതിൽ ഫൈൻ പോലുള്ള ചെറിയ ഫൈൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് അത് തീർക്കുക എന്നുള്ളൊരു കടമ മാത്രമാണ് ചെയ്യാറുള്ളത്. കാര്യം കമ്പനി ലോ ബോർഡിനോ അല്ലെങ്കിൽ കമ്പനി അഫയേഴ്സിനോ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിനോ അങ്ങനെ വൈഡായിട്ടുള്ള അധികാരങ്ങൾ, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്ന അധികാരങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആ വയലേഷൻസ് ഉണ്ട് എങ്കിൽ അതിൽ ഫൈൻ ഇമ്പോസ് ചെയ്യുകയും അതല്ലെങ്കിൽ ഡിൻ നമ്പറുള്ള ഒരു ഡയറക്ടറെ പെർമനൻ്റ് ആയിട്ട് വിലക്കുക എന്നുള്ള കാര്യങ്ങൾ അടക്കം മാത്രമാണ് കമ്പനി ബോർഡിന് ചെയ്യാൻ കഴിയാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. കാര്യം പ്രവർത്തനരഹിതമായിട്ടുള്ള എക്സാലോജിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ശ്രീമതി വീണ വിജയൻ ഇപ്പോൾ ബിസിനസ് രംഗത്തില്ല. അവർ ബിസിനസ് രംഗം ആ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അടച്ചുപൂട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനപ്പുറം ആ ആരോപണത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ROCയുടെ ഇപ്പോൾ അന്വേഷണങ്ങൾ പൂർത്തിയായി. കമ്പനി അഫയേഴ്സ് മന്ത്രാലയം ഒരു പുതിയ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ആ റിപ്പോർട്ട് വേണമെങ്കിൽ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന സമിതിയിലേക്ക് പോകാം, അതല്ലെങ്കിൽ EDയിലേക്ക് പോകാം. അതുകൊണ്ട് ഇതിവിടെ തീരുന്നില്ല. അല്ല, നമുക്കറിയാലോ കേരളത്തിന് പുറത്തും കേന്ദ്ര ഏജൻസികൾ, വിവിധ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കന്മാരെ എങ്ങനെയൊക്കെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഇന്ന് അകത്ത് കിടക്കുകയാണ്, മനീഷ് സിസോദിയ. മാത്രമല്ല, ഇപ്പോൾ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണത്തിൻ്റെ കുന്തമുന നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്താകമാനം കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കേസ് നാളിൻ്റെ സാഹചര്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. മാത്രമല്ല, ശ്രീ റോബർട്ട് വദ്രയ്ക്കെതിരെ ഇതുപോലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയിടുക എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പെസിഫിക്കായ മറുപടി അല്ല ബി എൻ ഹസ്കർ. ശ്രീ ഷോൺ ജോർജ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അറിയേണ്ട കാര്യം നോക്കൂ. ഇപ്പോൾ ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ഒരു കമ്പനി കാര്യ മന്ത്രാലയത്തിന് ചെയ്യാനാവുക എന്നുള്ളതാണ്. വളരെ പരിമിതമായ അധികാര പരിധി. മാത്രമല്ല, ഇവിടെ വീണ വിജയന്റെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടപ്പെട്ടതാണ്. അത് തന്നെ വിശദീകരിക്കാം. വീണ വിജയന്റെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടതിനെതിരെ അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു പരാതിയും കൂടെ ROCക്ക് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് അറിയാം. സെക്ഷൻ 447 അനുസരിച്ച്, കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് ഒരു കമ്പനി ഡോർമെൻ്റ് ആക്കണമെങ്കിൽ കൃത്യമായ 3 കാര്യങ്ങൾ പാലിക്കണം. അതിനകത്ത് 3 കാര്യങ്ങളും പാലിപ്പിച്ചിട്ട്, ഒന്ന്, ആ കമ്പനിക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാകില്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്, അത് നഷ്ടത്തിലായിരിക്കണം. ഈ 3 കാര്യത്തിൽ വീണ വിജയൻ്റെ കമ്പനി അടച്ചുപൂട്ടുമ്പോഴും നഷ്ടത്തിലല്ല, അതിന് കൃത്യമായ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതിന് കൃത്യമായ ബിസിനസ് നടന്നിട്ടുണ്ട്. ബിസിനസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നമാണ്. പക്ഷേ ബിസിനസ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ CMRലൊക്കെ സേവനം കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. സെക്ഷൻ 210 അനുസരിച്ച് ഇത് ROC നടത്തുന്ന ഒരു പ്രാഥമിക അന്വേഷണം തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഇതിന് ബാക്കി നിൽക്കുന്ന വിഷയങ്ങൾ, അതിനകത്ത് നിരവധി വിഷയങ്ങളുണ്ട്. മിനറൽസ്
ഈ കേരളത്തിൻ്റെ ധാതു മണൽ ചൂഷണം ചെയ്തതിനെതിരെ കൃത്യമായ ആക്ട് നമുക്ക് മിനറൽസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ആറ്റോമിക് എനർജി ആക്ട് അനുസരിച്ച് കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കുറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ആക്ടുകൾ പുറകെ വരാനുണ്ട്. അത് സെക്ഷൻ 212 അത് ഒന്ന് നോക്കിയാൽ സെക്ഷൻ 212 അനുസരിച്ച് കേസെടുക്കാൻ SFIക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് അധികാരമുണ്ട്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം 4 മാസം എന്നല്ല പറഞ്ഞത്, 4 മാസം കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞോളൂല്ലോ. അപ്പം 4 മാസം കഴിയുമ്പോൾ ലോകസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമൊക്കെ അങ്ങ് മാറുകയും ചെയ്യും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ SFIക്ക് ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം SFIക്ക് ഈ കേസ് FIR ഇട്ട് മുമ്പോട്ട് അന്വേഷിക്കാൻ കഴിയും. അതാണ് ഷോൺ ജോർജ് താങ്കളുടെ മറുപടി. നിരവധി ചോദ്യങ്ങൾ. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, CMRL ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചുവെച്ചു എന്നുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. CMRL 14% ഓഹരിയുള്ള KSIDC അതിനവകാശപ്പെട്ട ലാഭവിഹിതം അവിടേക്ക് എത്തിയോ എന്ന ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ഈ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു ഇന്നലെ ഇറങ്ങിയ ഉത്തരവിന് ശേഷം വന്നിരിക്കുന്ന ആദ്യ പ്രതികരണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ KSIDCക്കെതിരായ അന്വേഷണത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് താങ്കൾ കാണുന്നത്? ഈ ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നു എന്ന ആരോപണത്തെ താങ്കൾ ഏറ്റെടുക്കുന്നുണ്ടോ? എക്സാലോജി കടലാസ് കമ്പനിയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കാൻ ഇന്ന് മാത്യു കുഴൽനാടൻ ശ്രമിച്ചത്. എക്സാലോജിക്കിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ല, എക്സാലോജിക്കിൻ്റെ മുഴുവൻ അന്വേഷണങ്ങളും ഏറെയുള്ള 8 പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും അതിന് വ്യത്യസ്ത ആരോപണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് കയ്യിലുള്ള രേഖകൾ വെച്ചല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ KSIDCയെ കുറിച്ച് പറയുമ്പോൾ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഇത്രയും വലിയ ഒരു നഷ്ടം സംഭവിച്ചിട്ട് കാലം ഇത്ര കഴിയുന്നു, അത് തിരികെ പിടിക്കുവാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ല, 3 ഷെയറുള്ള ഞാൻ ഈ കേസ് കൊടുത്തെങ്കിൽ 14% ഷെയറുള്ള KSIDC എന്തുകൊണ്ട് നിയമപരമായി CMRLനെ അപ്രോച്ച് ചെയ്തില്ല? അത് അവിടെ തന്നെ വ്യക്തമാണ്. CMRLന് ഓശാന പാടുക എന്നത് മാത്രമായിരുന്നു KSIDC കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. KSIDCയുടെ പ്രതിനിധിയായ ഒരു ഡയറക്ടർ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് അവരുടെ സ്റ്റൈഫൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ROCക്ക് കൊടുത്ത ലെറ്ററിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ROCക്ക് ഇവർ കൊടുത്ത മറുപടി, ഞങ്ങൾക്ക് CMRLുമായി യാതൊരു ബന്ധമില്ല, CMRLൻ്റെ ഷെയർ ഞങ്ങൾക്കുണ്ടെന്ന് ശരിയാണ്, അവരുടെ ദൈനംദിന ആക്ടിവിറ്റീസ് നമ്മൾ അറിയുന്നില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് സർക്കാരിൻ്റെ മിക്കവാറും വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ KSIDCയുടെ MD ഇവരൊക്കെയാണ് അവിടെ പ്രതികളായിട്ട് പോകുന്നത്. അപ്പോൾ ഈ CMRL നടത്തുന്ന ദൈനംദിന ഇടപാടുകളിൽ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്ന KSIDCക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ശ്രീ BN ഹസ്കർ, ഇപ്പോൾ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ തീർപ്പിലെ ചില പരാമർശങ്ങൾ മാത്രം എടുത്ത് അനാവശ്യ വിവാദമുണ്ടാക്കുന്നു, ഒരു മാധ്യമം അതിന് നേതൃത്വം വഹിക്കുന്നു, ഇതായിരുന്നു CPM ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനായി വരുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ ചാടിക്കേറി പ്രതികരണം നടത്തിയ ഘട്ടം നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ പക്ഷേ ആ രൂപത്തിലൊരു പ്രതികരണത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഹസ്കർ? സ്മൃതി, വേണ്ട സമയത്ത് പാർട്ടി ഇക്കാര്യത്തിൽ പ്രതികരിക്കൂ എന്ന് തന്നെയാണ് കരുതുന്നത്. കാര്യം നടാടെയായിട്ടൊന്നും അല്ലല്ലോ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ ചുറ്റിപ്പറ്റി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടിയുടെ നേതാക്കന്മാരുടെ ബന്ധുക്കളും മക്കളും വീട്ടിനുള്ളിൽ അടഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കാണ് പലപ്പോഴും ഈ ദുരാരോപണങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് അത്തരമൊരു പ്രതികരണം പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പലപ്പോഴും അത്ഭുതം കൂറിയതാണ് കേരളത്തിലെ പൊതുസമൂഹം. എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി വന്നു എന്ന അർത്ഥത്തിൽ പോലും സംശയം പ്രകടിപ്പിച്ചവരായിരുന്നു അന്ന്. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി പറയും. കാരണം ഒരു അടഞ്ഞ അധ്യായമായിരുന്നു. കാരണം ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ നോൺ അപ്പീലബിൾ ആയിട്ടുള്ള നേരത്തെ സ്മൃതി ചോദിച്ചതിനനുബന്ധമായി നേരത്തെ പാർട്ടി പറഞ്ഞിരുന്നത് എന്താണ്? രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഇടപാട് അതായിരുന്നല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം. അതല്ല എന്ന് ആരാണ് പറയേണ്ടത്? കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ROC പറഞ്ഞിരിക്കുന്നത് വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് നടന്നിട്ടുണ്ടെന്നാണ്.
അത് നികേഷ്, അതിൽ ഒഫൻസസ് ആൻഡ് വയലേഷൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എങ്കിൽ പോലും ഒരു ദിവസത്തെ കാലതാമസത്തിന് പോലും അവർ ഒഫൻസസും വയലേഷൻസും എന്നു തന്നെയാണ് കാണാൻ കഴിയുക. മാത്രമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് റിട്ടേൺസ് നൽകിയിട്ടില്ല എന്നുള്ള പരാതിയേ ഇല്ല, അങ്ങനെ ഒരു കണ്ടെത്തലും ഇല്ല. അങ്ങനെ ഒരു പരാതിയില്ല. അല്ല, റിട്ടേൺസ് ഏതൊക്കെയാണ് ആ ഫൈൻഡിങ്സ് എന്നുള്ളത് നമുക്ക് ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ, ROCയുടെ റിപ്പോർട്ട് വന്നാൽ മുന്നിൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. അത് ആ കമ്പനിക്ക് മാത്രമാണ് അയക്കാൻ കഴിയുക, അല്ലാതെ അത് പബ്ലിക് ഡോക്യുമെൻ്റായി വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആ വയലേഷൻ നടത്തിയിട്ടുള്ള ഡയറക്ടേഴ്സിന് മാത്രമായിരിക്കും അവർ അയക്കുക. അപ്പോൾ അങ്ങനെ അയക്കുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കൂ, ഇത്രയാണ്. നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാട് എന്ന വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. നോക്കൂ, അങ്ങനെ അല്ല, നിയമപരമല്ല, അതിനകത്ത് വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് ഉണ്ടായിരിക്കുന്നു എന്ന് ROC പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഘട്ടം മറുപടി എവിടെ, പ്രതികരണം എവിടെ? അങ്ങനെയല്ല, അത് പ്രതികരണം ഉടൻ വരുമെന്നേ. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇത് പഠിക്കേണ്ട കാര്യമുണ്ട്. കാര്യം രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള നിയമപരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത് മാത്രമല്ലല്ലോ ROCയുടെ എൻക്വയറി. ആ 210 എൻക്വയറി എന്ന് പറയുന്നത് ആ കമ്പനി നടത്തിയിട്ടുള്ള വയലേഷൻസ്, അത് നടാടെ മാത്രമല്ല, ഒരു ഡോർമെന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഡോർമെന്റ് ആയിട്ടുള്ള കമ്പനി അന്ന് വരെ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരമൊരു എൻക്വയറി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ ഈ ട്രാൻസാക്ഷനെ ചുറ്റിപ്പറ്റി ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എൻക്വയറി ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉദിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വരുന്നു. സമഗ്രമായ അന്വേഷണം എന്ന് പറയുന്നത് ആ കമ്പനി അന്നുവരെ പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഏതൊക്കെ വയലേഷൻസ് ഉണ്ടോ അത് എൻക്വയറി, അത് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾക്കെതിരെയും കമ്പനി മന്ത്രാലയം നടത്താറുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ കാര്യങ്ങൾ, ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ 1.72 കോടി രൂപ അനധികൃതമായി CMRL എക്സാലോജിക്കിന് നൽകിയെന്ന ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിനെ ആസ്പദമാക്കിയുള്ള പരാതിയാണ് അവരുടെ മുന്നിലുള്ളത്. അവിടം വരെ വളരെ വ്യക്തമായ കാര്യമാണ്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ക്രമക്കേടുണ്ട് എന്നതുകൂടി പരാമർശമായി വരുന്നത്. ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളാണ് അന്വേഷിക്കുക, അതിനപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല. അതിനകത്ത് ഫ്രോഡ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകും. എന്തുകൊണ്ടാണ് എന്നിട്ടും ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാനായി എല്ലാം സുതാര്യമാണെന്ന് പറഞ്ഞ CPIM എന്തുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് വരുന്നില്ല? ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താണ്? നേരത്തെ കണ്ടതല്ലേ, പറഞ്ഞതല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, നോക്കാം. അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയല്ലല്ലോ. നിഷേധിക്കാനാണെങ്കിൽ പാടെ നിഷേധിക്കാമല്ലോ CPIM-ന് ഇന്ന് തന്നെ. സുജയ്, ഇതൊരു വേട്ടയാടലിന്റെ പുതിയ രൂപപ്പെടൽ മാത്രമായിട്ട് കാണാൻ കഴിയൂ. അങ്ങനെയായിരുന്നെങ്കിൽ SFIOയ്ക്ക് ഇക്കാര്യത്തിൽ 212 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 212 അനുസരിച്ച് SFIO ആയിരുന്നു ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ROCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 212 പ്രകാരമുള്ള എൻക്വയറിയാണ് നടത്തേണ്ടത്. 210 എന്ന് പറയുന്നത് സ്വാഭാവിക എൻക്വയറി മാത്രമാണ്. അത്തരത്തിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ. ആ സ്വാഭാവിക എൻക്വയറിയിൽ ആ കമ്പനി നടത്തിയിട്ടുള്ള അന്നുവരെ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും പരിശോധിക്കും. CMRലുമായി 1.72 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ മാത്രമല്ല അന്വേഷണ പരിധിയിലേക്ക് പോകാതെ 210ലേക്കുള്ള സ്വാഭാവിക അന്വേഷണം എന്നുള്ള നിലയിലാണ് ആസ്കർ അതിനെ വിശദീകരിക്കുന്നത്. ഷോൺ, ഈ SFIO എന്ന് പറയുന്ന ഏജൻസി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവരുടെ പ്രവർത്തനങ്ങൾക്കായി, അവരുടെ അന്വേഷണത്തിനായി EDI ഉൾപ്പെടെ CBI ഉൾപ്പെടെ കേരള പോലീസിന് ഉൾപ്പെടെ യൂസ് ചെയ്യാൻ കഴിയുന്ന അധികാരമുള്ളൊരു ഏജൻസിയാണ്. അവർ ഈ പരാതിയിന്മേൽ അവർ പ്രാഥമിക അന്വേഷണം, അവർക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 210 അനുസരിച്ചുള്ള ഒരു എൻക്വയറി പൂർത്തീകരിച്ച് അതിൽ കൃത്യമായ അല്ലെങ്കിൽ ഒരു കൃത്യമായ വയലേഷൻ ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്കൊരു എഫ്ഐആറിലേക്ക് പോകാൻ കഴിയൂ. അതങ്ങനെ മാത്രമേ 212 അനുസരിച്ചുള്ള എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം കൈമാറാനായി പ്രാഥമിക പരിശോധന നടക്കുന്നു. ഓഗസ്റ്റ് 19-ന് EDയുടെ അന്വേഷണം ആരംഭിച്ചു. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതിലൊരു വിശദമായ പ്രതികരണം CPM-ൽ നിന്ന്, സർക്കാരിൽ നിന്ന് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുകയാണ് അല്ലേ? നോക്കാം. വളരെ നന്ദി ഷോൺ ജോർജ്, ഒപ്പം തന്നെ ഹസ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. You are watching Reporter Evening Show.